നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എൻ്റെ പേര് ഫിറോസ്. മലപ്പുറം ജില്ലയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഉമ്മിച്ചായും വാപ്പിച്ചായും ഞങ്ങൾ 3 ആൺമക്കളും പിന്നെ ഉമ്മിച്ചായുടെ അനിയത്തിയും വല്യുമ്മയും വല്യുപ്പായും അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. വാപ്പിച്ച ഗൾഫിലായിരുന്നു. ഞാൻ മൂത്ത സന്തതിയായിരുന്നു വീട്ടിലെ. ഇളയ 2 അനിയന്മാർ മലപ്പുറത്ത് തന്നെയുള്ള ഒരു അറബി സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. ഞാനും ഉമ്മയുടെ അനിയത്തി റാഹില കുഞ്ഞുമ്മയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. സാധാരണ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ കുഞ്ഞുമ്മയുടെ ഒപ്പമായിരുന്നു ചെലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമ്മ എനിക്ക് ഉമ്മയുടെ അനിയത്തി മാത്രമല്ല, നല്ലൊരു സുഹൃത്തും ഒരു ഉപദേശകയും കൂടിയായിരുന്നു. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ കൊഞ്ചിച്ചും ലാളിച്ചും സ്നേഹിച്ചിരുന്നെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് കുഞ്ഞുമ്മ ആയിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളും പിന്നെ കൂട്ടുകാരുമൊക്കെയുള്ള ഓരോ അനുഭവങ്ങളും പിന്നെ എന്റെ ഓരോരോ ഇഷ്ടങ്ങളും അതെല്ലാം ഞാൻ കുഞ്ഞുമ്മയോട് തുറന്നു പറയുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അത് ആദ്യം മനസ്സിലാക്കുകയും ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കുഞ്ഞുമ്മ ആയിരുന്നു. സ്കൂളിന് അവധിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ ദിവസങ്ങളിൽ കുഞ്ഞുമ്മയുടെ കൂടെ കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കാമല്ലോ എന്നോർത്ത്. അന്ന് ഞാൻ 4ലോ 5ലോ ആണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. കുഞ്ഞുമ്മയ്ക്ക് ഒരു 10-16 വയസ്സ് പ്രായം കാണും. അവധി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞുമ്മയുടെ ഒപ്പമായിരിക്കും. ഒരുമിച്ച് നടക്കുകയും ഒന്നിച്ചിരുന്ന് TV കാണുകയും പുറത്തെവിടെയെങ്കിലും കുഞ്ഞുമ്മ പോയാൽ ഒപ്പം എന്നെ കൂട്ടുകയും മറ്റും കുഞ്ഞുമ്മ ചെയ്യും. അതൊക്കെ ഇന്നലത്തെ പോലെ എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ചിലപ്പോഴൊക്കെ കുഞ്ഞുമ്മ എന്നെ അടുത്തു പിടിച്ചിരുത്തി ഓരോ സിനിമാ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ആ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. കുഞ്ഞുമ്മ പറയുന്ന ഓരോ കഥയിലും എന്തെങ്കിലും ഗുണപാഠമോ അല്ലെങ്കിൽ രസകരമായ എന്തെങ്കിലുമൊക്കെ കാണുമായിരുന്നു. കാലചക്രങ്ങൾ കടന്നുപോയി. ക്രമേണ ഞാൻ വളർന്നു. എന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എനിക്കൊരു സർക്കാർ ജോലിയൊക്കെയായി. എങ്കിലും എന്റെയും കുഞ്ഞുമ്മയുടെയും ബന്ധത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. എനിക്ക് എത്ര തിരക്കുണ്ടായാലും ഇടയ്ക്കിടെ വിശേഷങ്ങളൊക്കെ അറിയുവാനും ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുവാനും ഞങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നു. എന്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോഴും ഞാൻ കുഞ്ഞുമ്മയുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുള്ളിയല്ല. കുഞ്ഞുമ്മയുടെ ഉപദേശങ്ങൾ പലപ്പോഴും വളരെയേറെ സത്യസന്ധമായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള എല്ലാ വിജയങ്ങളിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഒരാളായിരുന്നു എന്റെ കുഞ്ഞുമ്മ. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും പരാജയം നേരിടേണ്ടി വരുമ്പോൾ എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താനോ അങ്ങനൊന്നും വരില്ല. വീണ്ടും വീണ്ടും ശ്രമിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ ആത്മവിശ്വാസവും ക്ഷമയും എത്ര വലുതാണെന്ന് ഞാൻ പഠിച്ചതിൽ ഒരു പ്രധാന പങ്ക് കുഞ്ഞുമ്മയ്ക്കുണ്ട്. ഞാനൊന്ന് പുറന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്റെ കുഞ്ഞുമ്മയോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളായി തോന്നുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആ വലിയ ബന്ധങ്ങൾ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അതേ സ്നേഹത്തോടും വിശ്വാസത്തോടും തുടരുകയാണ്. പല ബന്ധങ്ങളും എന്തെങ്കിലും കാരണത്താൽ കാലക്രമേണ മാറിപ്പോകാറുണ്ട്. പക്ഷേ പരസ്പര ബഹുമാനവും കരുതലുമുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഞാനും എന്റെ കുഞ്ഞുമ്മയും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ഒന്നാണ്. എന്റെ ജീവിതയാത്രയിലെ പല സന്തോഷ നിമിഷങ്ങൾക്കും വെല്ലുവിളികൾക്കും സാക്ഷിയായ ഒരു വ്യക്തിയാണ് എന്റെ കുഞ്ഞുമ്മ. എന്റെ കുടുംബത്തിലെ ഒരു അംഗമെന്നതിലുപരി എന്റെ ജീവിതത്തിൽ നേർവഴികൾ കാണിച്ചു തന്ന ഒരു നല്ല സുഹൃത്തായും ഒരു വഴികാട്ടിയുമാണ് കുഞ്ഞുമ്മ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ആ നല്ല ഓർമ്മകൾ പറയുമ്പോൾ കുഞ്ഞുമ്മയെക്കുറിച്ച് പറയാതെ ആ കഥ പൂർണ്ണതയിലെത്തില്ല. കുഞ്ഞുമ്മയുടെ നിക്കാഹ് നടക്കുമ്പോൾ ഞാൻ +2 പഠിക്കുകയായിരുന്നു. കുഞ്ഞുമ്മയെ നിക്കാഹ് ചെയ്ത് വിട്ടത് അങ്ങ് കുറച്ചു ദൂരെയായിരുന്നു. കുറച്ചു ദൂരെ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത്. നിക്കാഹ് കഴിഞ്ഞു പോയ കുഞ്ഞുമ്മ കുറെ നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ വന്നത്. പെട്ടെന്നൊന്ന് ഓടി വരാൻ പറ്റിയ ദൂരമല്ലല്ലോ മലപ്പുറവും ആറ്റിങ്ങലും തമ്മിൽ. അപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം കോളേജിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞുമ്മ വന്ന വിവരം ഞാൻ അറിഞ്ഞത്. ഞാൻ കുഞ്ഞുമ്മയെ കണ്ടപാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ആഹാ, ഇപ്പോഴും പണ്ടത്തെ കൂട്ട് തന്നെ ആണല്ലോടാ നീ, കുഞ്ഞുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെക്കനങ്ങ് വളർന്നു പോയി കേട്ടോ, ഇപ്പോൾ വലിയ കോളേജിലൊക്കെ ആയില്ലേ? കുഞ്ഞുമ്മയുടെ ചോദ്യം. ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി.
വാ ചായ കുടിക്കാം. കുഞ്ഞുമ്മ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവരുടെ ഒരു വല്ലാത്ത സ്നേഹം തന്നെ. അരപ്പത്തിയിലിരുന്ന വല്യാപ്പ വല്യുമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പോയി ഡ്രസ്സെല്ലാം മാറി വന്നപ്പോഴേക്കും കുഞ്ഞുമ്മ ചായയുമായി വന്നു. ഞാൻ കുഞ്ഞുമ്മയെ അടിമുടി ഒന്ന് നോക്കി. എന്താടാ ചക്ക ഈ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? കുഞ്ഞുമ്മ ചോദിച്ചു. അല്ല കുഞ്ഞുമ്മ, കുഞ്ഞുമ്മ ആളാകെ അങ്ങ് മാറി. വെളുത്ത് നല്ലപോലെ തടിച്ചുരുണ്ട്. ഓടാ ഈ കളിയാക്കാതെ, നീയും വലിയൊരു പുരുഷനായി. കൊച്ചുമ്മയുടെ കമന്റ്. ഞാൻ അത് കേട്ട് നാണിച്ച് ചിരിച്ചു. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് കുഞ്ഞുമ്മ ഏത് മുറിയിൽ കിടക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ കിടക്കുന്ന മുറി വലുതായതുകൊണ്ട് എന്റെ മുറിയിൽ കിടക്കാമെന്ന് കുഞ്ഞുമ്മ സമ്മതിച്ചു. എനിക്കും അത് ഭയങ്കര സന്തോഷമായി. നിനക്കൊരു കൂട്ടായിരിക്കട്ടെടാ, വല്യമ്മ അടുക്കളവാതുക്കൽ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുമ്മ ആയിരുന്നു നോക്കിയിരുന്നത്. കുഞ്ഞുമ്മയ്ക്ക് അതൊക്കെ വലിയ സന്തോഷമായിരുന്നു താനും. കൊച്ചാപ്പ ഗൾഫിലാണ്. നിക്കാഹ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ പോയതാണ് കൊച്ചാപ്പ. ഇതേവരെ വന്നിട്ടില്ല. കുഞ്ഞുമ്മയ്ക്ക് അതിന്റെ ഒരു ഏനക്കേടും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ കുഞ്ഞുമ്മ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് നാളെ കോളേജിൽ പോണോ? എന്താ കുഞ്ഞുമ്മ, നാളെ ഉച്ചവരെ ഉണ്ട്. വേണമെങ്കിൽ അത് കുഞ്ഞുമ്മയ്ക്ക് വേണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്താ കാര്യം? ഞാൻ ചോദിച്ചു. എടാ എനിക്ക് ടൗണിൽ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് തരണം. അതിനെന്താ, ഞാൻ പോയി മേടിച്ചോണ്ട് തരാമല്ലോ. എന്റെ കുഞ്ഞുമ്മയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറല്ലേ ഞാൻ. അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു. കുഞ്ഞുമ്മയും ചിരിച്ചു. രാവിലെ ഞാൻ കുഞ്ഞുമ്മ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങി. നേരെ കടയിലേക്ക് പോകുന്ന വഴി ഒരു ചങ്ങാതിയെ വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ചു നിന്നങ്ങ് സമയം പോയി. കടയിൽ ചെന്നപ്പോഴോ പറത്തിരക്ക്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് തിരികെ വീട്ടിൽ ചെന്നപ്പോ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കുഞ്ഞുമ്മ. നീ എന്താടാ താമസിച്ചത്? ഓ, കടയിൽ ഭയങ്കര തിരക്കായിരുന്നു കുഞ്ഞുമ്മ, ഞാൻ പറഞ്ഞു. ഞാൻ സാധനങ്ങൾ കുഞ്ഞുമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഹാളിലേക്ക് കയറി TV കാണാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനും കുഞ്ഞുമ്മയും കൂടി ഹാളിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉമ്മിച്ച അങ്ങോട്ട് വന്ന് കുഞ്ഞുമ്മയുടെ അടുത്ത് പറഞ്ഞു, ഡീ പേട്ടിലെ മാമാടെ മോന്റെ നിക്കാഹാ. 1 ദിവസത്തെ യാത്രയുണ്ട്. 2 ദിവസം കഴിഞ്ഞേ ഇങ്ങ് വരുത്തുള്ളൂ. നീ വരുന്നുണ്ടോ? എന്റെ പൊന്നിത്താ, ഞാനെങ്ങും വരുന്നില്ല. എനിക്ക് ഇത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ വയ്യ. അതുമല്ല, ഞാൻ വണ്ടിയിൽ മൊത്തം ഛർദ്ദിച്ചു വെക്കുകയും ചെയ്യും. നീ വരാതിരുന്നാൽ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ നിൽക്കും? എല്ലാവരും പോകുന്നുണ്ട് നിക്കാഹിന്. അത് സാരമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, കുഞ്ഞുമ്മ പറഞ്ഞു. ആ, അതിനൊരു കാര്യം ചെയ്, നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഫിറോസും കൂടി ഇവിടെ നിൽക്കട്ടെ. കുഞ്ഞുമ്മ മൂളി. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ തന്നെ എല്ലാവരും കൂടി നിക്കാഹിന് യാത്രയായി. കുഞ്ഞുമ്മ ചായയും കൊണ്ട് വന്നു എനിക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ, അടുക്കളയിൽ നീ എന്നെ ഒന്ന് സഹായിക്കണേ. പിന്നെന്താ കുഞ്ഞുമ്മ, ഞാൻ ഏറ്റു, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞുമ്മയും കൂടി അടുക്കളപ്പണി ആരംഭിച്ചു. ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. നീ ജോലിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ടല്ലോടാ. ഉമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ടോ നീ? എന്റെ കുഞ്ഞുമ്മ, എനിക്ക് പണി തരല്ലേ. ഞാൻ അടുക്കളയിലെങ്ങും കയറാറേ ഇല്ല. ഇനി ഇതെങ്ങാനും അറിഞ്ഞാൽ ഉമ്മിച്ച എന്നെയും വിളിക്കും അടുക്കളപ്പണിക്ക്. അത് കേട്ട് കുഞ്ഞുമ്മ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. കുഞ്ഞുമ്മയുടെ ആ ചിരിയിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെ പണികളെല്ലാം ഏകദേശം കഴിയാറായപ്പോൾ കുഞ്ഞുമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മോനെ മതി, ഇനി നീ പോയി കുളിക്ക്, ബാക്കി കുഞ്ഞുമ്മ ചെയ്തോളാം. എന്നിട്ട് എനിക്കും കുളിക്കണം. അതിനുശേഷം നമുക്ക് ഊണ് കഴിക്കാമടാ. ശരി കുഞ്ഞുമ്മ, ഞാൻ കുളിക്കാനായി പോയി. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമ്മ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വാടാ മോനെ, നമുക്ക് കിടന്നൊന്ന് മയങ്ങാം. ഒരു ഈച്ച പോലും ഇല്ലാത്ത വീട്ടിൽ അങ്ങനെ ഞാനും കുഞ്ഞുമ്മയും മാത്രം. ഞങ്ങൾ ഉറങ്ങാനായി കെട്ടിപ്പിടിച്ചു കിടന്നു. പക്ഷേ 2 പേർക്കും ഉറക്കം വന്നില്ല. 2 പേരുടെയും മനസ്സ് എന്തിനോ വേണ്ടി ദാഹിക്കുകയായിരുന്നു. സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവസാനം 2 പേരുടെയും മനസ്സിൽ എന്തായിരുന്നോ അത് സന്തോഷകരമായി തന്നെ ചെയ്തു തീർത്തു.